ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 4, അതായത് AD230 എന്നിട്ടുള്ള ഫൗണ്ടേഷൻ ഓഫ് ഡാറ്റാ സയൻസിലുള്ള ഫോർത്ത് മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫോർത്ത് മൊഡ്യൂളിൽ മെയിൻലി നമുക്ക് അസോസിയേഷൻ, മൈനിങ് ആൻഡ് ക്ലസ്റ്ററിംഗ് എന്നുള്ള ടോപ്പിക്കാണ്. നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ മൊഡ്യൂൾ ഫോക്കസ് ഓൺ ടു മേജർ ഡാറ്റ മൈനിങ് ടെക്നിക്സ് ആണ്. ഒന്ന് അസോസിയേഷൻ മൈനിങ് റോളും ഒന്ന് ക്ലസ്റ്ററിംഗ്. അസോസിയേഷൻ മൈനിങ് റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കവറിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡാറ്റ ഐറ്റംസ്. അതേപോലെ തന്നെ ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പിംഗ് സിമിലർ ഡാറ്റ ഒബ്ജക്ട്സ് വിത്തൗട്ട് പ്രയർ ക്ലാസ് ലേബിൾസ്. അതാണ് എന്ത് ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അസോസിയേഷൻ റൂൾ മൈനിങ്ങിൽ എന്തൊക്കെയുള്ളത്? അസോസിയേഷൻ റൂൾ മൈനിങ് ഫൈൻഡ്സ് ഇൻട്രസ്റ്റിംഗ് correlations, frequent patterns, and associations among sets of items in large data sets. For example, നോക്കുകയാണെങ്കിൽ in a supermarket, customers who buy bread often buy butter. So this can be represented bread നമ്മൾ മേടിച്ചു കഴിഞ്ഞ ആൾക്കാർ ബട്ടറും കൂടി മേടിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ സപ്പോർട്ട് എന്ന് പറയുന്നത് 30%, കോൺഫിഡൻസ് ഇക്വൽ ടു 80%. അപ്പോൾ സപ്പോർട്ടും കോൺഫിഡൻസ് ഒക്കെ എന്താണെന്ന് നമുക്ക് വീഡിയോ നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബേസിക് ടെർമിനോളജി എന്ന് പറയുന്നത് എന്താണ്? ഐറ്റം സെറ്റ്. ഐറ്റംസ് എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ഐറ്റംസ്, അതായത് മിൽക്കും ബ്രെഡ് അങ്ങനത്തെ കുറെ സാധനമാണ് എന്ത് ഐറ്റം സെറ്റ്. സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാക്ഷൻ ഓഫ് ട്രാൻസാക്ഷൻ കണ്ടെയ്നിങ് ദ ഐറ്റംസ്, അതായത് ദ ഫ്രാക്ഷൻ ഓഫ് ട്രാൻസാക്ഷൻസ് കണ്ടെയ്നിങ് ദ ഐറ്റം സെറ്റ് ആണ് എന്ത് സപ്പോർട്ട്. സപ്പോർട്ട് ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. എ യൂണിയൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടും കൂടി കണ്ടെയ്ൻ ചെയ്യുന്ന സംഭവങ്ങളാണ് എന്ത് സപ്പോർട്ട്. അതേപോലെ തന്നെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ദാറ്റ് ട്രാൻസാക്ഷൻ ഹാവിംഗ് എ ഓൾസോ കണ്ടെയ്ൻസ് ബി, അതായത് എ മേടിക്കുന്ന ആള് ബിയും കൂടി മേടിക്കുന്നു. അതായത് പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ ആണ് നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ദാറ്റ് ഈക്വൽ ടു സപ്പോർട്ട് ഓഫ് എ യൂണിയൻ ബി ഡിവൈഡഡ് ബൈ സപ്പോർട്ട് ഓഫ് എ. ഇതാണ് എന്ത് കോൺഫിഡൻസിന്റെ ഇക്വേഷൻ. പിന്നെ ലിഫ്റ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. ലിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷർ ദ സ്ട്രെങ്ത് ഓഫ് അസോസിയേഷൻ. സ്ട്രെങ്ത് ഓഫ് അസോസിയേഷൻ നോക്കുന്ന സംഭവമാണ് എന്ത് ലിഫ്റ്റ്. പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഇൻറ്റു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. അതാണ് എന്ത് ലിഫ്റ്റിന്റെ ഇക്വേഷൻ. അതേപോലെ തന്നെ മെയിൻ സംഭവം നോക്കുകയാണെങ്കിൽ ലിഫ്റ്റ് നമുക്ക് 3 രീതിയിലുണ്ട്. അതായത് ലിഫ്റ്റ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എന്താണ്? എ ആൻഡ് ബി ആർ പോസിറ്റീവ്ലി കോറിലേറ്റഡ്, അതായത് എ ഇൻക്രീസസ് ചാൻസ് ഓഫ് ബി. എ മേടിക്കുന്ന ആൾക്കാർ ബിയും കൂടി മേടിക്കും എന്നുള്ള ചാൻസ് ഇൻക്രീസ് ചെയ്യും. പിന്നെ ഇഫ് ലിഫ്റ്റ് ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ്, അതായത് രണ്ടും ഇൻഡിപെൻഡന്റ് ആണ്. പിന്നെ എ ആൻഡ് ലിഫ്റ്റ് ലെസ് ദാൻ 1 ആണെങ്കിൽ എ ആൻഡ് ബി ആർ നെഗറ്റീവ്ലി കോറിലേറ്റഡ്, രണ്ടും മേടിക്കുന്നില്ല ആൾക്കാർ. അതാണ് മെയിൻ ആയിട്ട് പറയുന്നത്. പിന്നെയുള്ള സംഭവമാണ് എന്ത് എപ്രിയോറി അൽഗോരിതം. ഇതാണ് ജസ്റ്റ് 40 മാർക്സിന് ഡെഫിനറ്റ്ലി ചോദിക്കാന്നല്ല, ലൈക്ക് 80% ഉറപ്പുള്ള ക്വസ്റ്റൻ ആണ് എന്ത് എപ്രിയോറി അൽഗോരിതം. എപ്രിയോറി അൽഗോരിതം ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഐഡന്റിഫൈസ് ഫ്രീക്വന്റ് ഐറ്റം സെറ്റ്സ് ഇൻ എ ട്രാൻസാക്ഷൻ ഡാറ്റാബേസ് യൂസിംഗ് എ പ്രോപ്പർട്ടി. ഓൾ നോൺ എംപ്റ്റി സബ്സെറ്റ്സ് ഓഫ് എ ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് മസ്റ്റ് ഓൾസോ ബി ഫ്രീക്വന്റ്. അപ്പൊ ഇതാണ് എന്തൊരു കൺസെപ്റ്റ് കിട്ടുന്നത്. അതിന്റെ അൽഗോരിതം എന്താണ്? ജനറേറ്റ് കാൻഡിഡേറ്റ് 1 ഐറ്റം സെറ്റ്, അതായത് C1. അതേപോലെ തന്നെ കമ്പ്യൂട്ട് സപ്പോർട്ട് കൗണ്ട് ആൻഡ് ഐഡന്റിഫൈ ഫ്രീക്വന്റ് 1 ഐറ്റം സെറ്റ്, അതായത് L1. ഫ്രീക്വന്റ് ആയിട്ടുള്ള ഐറ്റം സെറ്റ് ആണ് L1, കാൻഡിഡേറ്റ് ആയിട്ടുള്ള ഐറ്റം സെറ്റ്സ് ആണ് എന്ത് C1. പിന്നെ യൂസ് LK ടു ജനറേറ്റ് CK+1, ജോയിൻ ആൻഡ് പ്രൂൺ സ്റ്റെപ്പ്. ഇവിടെയാണ് ജോയിൻ ആൻഡ് പ്രൂൺ സ്റ്റെപ്പ് ഉള്ളത്. റിപ്പീറ്റ് ആൻഡ് നോ ഫ്രീക്വന്റ് ഐറ്റം സെറ്റ്സ് ആർ ഫൗണ്ട്. ഇത് നമുക്ക് എങ്ങനെ ചെയ്യണത് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ ഡാറ്റ സെറ്റ്. ട്രാൻസാക്ഷൻ ഐ ഡിയും ഐറ്റംസ് തന്നിട്ടുണ്ട്. T1 ABC ഉണ്ട്, T2 ACD ഉണ്ട്, T3 BCE ഉണ്ട്, T4 ABCE ഉണ്ട്, T5 BE ഉണ്ട്. അപ്പൊ മിനിമം സപ്പോർട്ട് കൗണ്ട് എത്രയാണ്? 2. മിനിമം സപ്പോർട്ട് കൗണ്ട് എത്രയാണ്? ഇവിടെ 2 തന്നിട്ടുള്ളത്. അപ്പൊ ജനറേറ്റ് C1 ആൻഡ് L1. C1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡിവിജ്വൽ ഐറ്റം സെറ്റ്, അതായത് ABCDE ഉണ്ട്. പിന്നെ സപ്പോർട്ട് കൗണ്ട് നോക്കുക. സപ്പോർട്ട് കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എത്ര പ്രാവശ്യം ഒക്കർ ചെയ്യുന്നുണ്ട് നോക്കുക. അങ്ങനെ എ എത്ര പ്രാവശ്യം ഒക്കർ ചെയ്യുന്നുണ്ട്? 1, 2, 3. അപ്പൊ 3 പ്രാവശ്യം ഒക്കർ ചെയ്യുന്നുണ്ട്. ബി എത്ര പ്രാവശ്യം ഒക്കർ ചെയ്യുന്നുണ്ട്? 1, 2, 3, 4. C 4 പ്രാവശ്യം, ഡി 1 പ്രാവശ്യം, ഇ 3 പ്രാവശ്യം. അപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ സപ്പോർട്ട് കൗണ്ട് 2 അല്ലേ? മിനിമം സപ്പോർട്ട് കൗണ്ട് 2 ആന്ന് വെച്ചാൽ നമ്മൾ എന്താണ് 2ഉം 2വില് കൂടുതലുള്ള സെറ്റ് മാത്രം നമ്മൾ എന്ത് ആക്കി മാറ്റുക? L1ക്ക് മാറ്റുക. അതായത് 2വിന്റെ കുറവുള്ള സപ്പോർട്ട് കൗണ്ട് ഉള്ള സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അതിനെ നമ്മൾ പ്രോൺ ചെയ്ത് കളയും. പ്രോൺ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കളയുക. അതാണ് സംഭവം. അപ്പൊ L1 എങ്ങനെയാവും? A ആവും. A 3 ഉണ്ടാവും, A B 4 ഉണ്ട്, B
സി നാളുണ്ട്. സി ഡി എടുക്കാൻ പറ്റും ഇല്ല, ഡി കളഞ്ഞു, അപ്പൊ ഇ, പിന്നെ ഇ എടുത്തു. ഇതെന്തായി? L1 ആയി. ഇങ്ങനെയാണ് എന്ത് C1 L1 നമ്മൾ ജനറേറ്റ് ചെയ്യുക. ഈ L2 ജനറേറ്റ് ചെയ്യണം. L2 ജനറേറ്റ് ചെയ്യാൻ എങ്ങനെയാണ്? എ ബി, അതായത് രണ്ട് നമ്മള് എൻഗ്രാംസ് ആക്കാന്ന് പറയുന്നത്, അതായത് രണ്ടെണ്ണാക്കി മാറ്റുക. അതായത് എ ബി, എ സി, എ ഇ, പിന്നെ ബി സി, ബി ഇ, പിന്നെ ഇ സി ഇ. കണ്ട? അപ്പൊ വരച്ച് കാണിച്ചു തരികയാണെങ്കിൽ എ ബി, എ സി, എ ഇ, ബി സി, സി ബി ഇ, അതേപോലെ തന്നെ സി ഇ. കണ്ട? ഇങ്ങനെ ആക്കി മാറ്റുക. എന്നിട്ട് സപ്പോർട്ട് കൗണ്ട് നോക്കുക. അതായത് എ ബിക്ക് എത്ര ആണുള്ളത്? എ ബി ഒരുമിച്ച് വരുന്ന സംഭവത്തിലാണ്. എ ബി ഒരുമിച്ച് വരുന്ന സംഭവം 1 2 വശം വരുന്നുണ്ട്. പിന്നെ എ സി എത്ര വശം വരുന്നുണ്ട്? 1 2 3. പിന്നെ എ ഇ എത്ര വശം വരുന്നുണ്ട്? ഒരു പ്രാവശ്യം. അങ്ങനെ അങ്ങനെ നോക്കുക കേട്ടാ. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് അതിന്റെ സപ്പോർട്ട് അഡ്രസ് എഴുതി. ഇവിടെ എന്തായി? എ ഇ നമ്മള് L2ക്ക് വരുമ്പോ എന്തായി? കളഞ്ഞു. അതായത് ഇത് നമ്മൾ കളഞ്ഞു. അപ്പൊ എന്തൊക്കെ വരും ഇതില്? L2ല് എ ബി വരും, എ സി വരും, ബി സി വരും, ബി ഇ വരും, സി ഇ വരും. കണ്ട? അവസാനം L2 അതേപോലെ വന്നില്ലേ? ഈ ഈ L2 നമ്മള് C3 ജനറേറ്റ് ചെയ്യുക. ഇതെങ്ങനെ ജനറേറ്റ് ചെയ്യാൻ നോക്കുക? എ ബി, എ സി, അതേപോലെ തന്നെ അതായത് എ ബിയും ഉണ്ട്, എ സിയും ഉണ്ട്. അപ്പൊ എ ബി സി നമുക്കൊരു ഒറ്റ ടേം ആക്കി എഴുതാം. അതേപോലെ തന്നെ ബി സി ഉണ്ട്, ബി ഇ ഉണ്ട്, സി ഇ ഉണ്ട്. ഇതിലെന്താ എഴുതാം? ഒറ്റടിക്ക് ബി സി ഇ എഴുതാം. ഇനി നമ്മൾ എന്ത് ചെയ്തു? C3 ജനറേറ്റ് ചെയ്തു. സപ്പോർട്ട് ഇട്ടിട്ട് എ ബി സി വരുന്ന സാധനം എത്ര എണ്ണം നോക്കുക. എ ബി സി വരുന്ന സാധനം എത്ര എണ്ണമായിരുന്നു? 1 2. പിന്നെ ബി സി വരുന്ന സാധനം എത്രയായിരുന്നു? 2. അപ്പൊ സപ്പോർട്ട് വ്യത്യാസം ഇവിടെ എന്താണ്? 2 ആണ്. എന്തായി? എ ബി സിയും കിട്ടി, 2 ബി സി ഇയും കിട്ടി. അപ്പൊ L3 എത്രയായിരുന്നു? എ ബി സി, ബി സി ഇ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് അസോസിയേഷൻ റൂൾസ് ജനറേറ്റ് ചെയ്യുന്ന സംഭവമായിരുന്നു. ഏത് അസോസിയേഷൻ റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി, അതായത് എയും ബിയും പഠിക്കുന്ന ആള് സിയും കൂടി പഠിക്കും. അതേപോലെ തന്നെ എയും സിയും പഠിക്കുന്ന ആള് ബിയും കൂടി പഠിക്കും. അതേപോലെ തന്നെ ബിയും സിയും പഠിക്കുന്ന ആള് എയും കൂടി പഠിക്കും. ഇതെങ്ങനെ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ടും കോൺഫിഡൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് കേട്ടോ. നമുക്ക് കാണിച്ചു തരാം. അപ്പോ നമ്മൾ ഏതുവരെ ചെയ്തു? നമ്മുടെ C3 വരെ ചെയ്തു. അതായത് ഇനി നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? നമ്മുടെ എ ബി സി ഇവിടെ ഉണ്ട്, ഇ കൂടി ഉണ്ട്. അപ്പൊ എ ബി സി ഇ, എ ബി സി ഇ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ആകെ ഒറ്റ എണ്ണം മാത്രമാണല്ലോ. അപ്പൊ അത് എക്സിസ്റ്റ് ചെയ്യോ? ഇല്ല. ഇവിടെ വെച്ച് നിർത്തുക. അതായത് C3 വെച്ചിട്ട് നമ്മൾ നിർത്തുക ആ സ്റ്റെപ്പ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അസോസിയേഷൻ റൂൾസ് ആൻഡ് മെട്രിക്സ് നമ്മൾ ജനറേറ്റ് ചെയ്യണം. അപ്പൊ ആദ്യത്തെ ഡാറ്റ സെറ്റിൽ എ ബി സിക്ക് സപ്പോർട്ട് എത്രയാണ് വരിക? സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി സി പറയുന്ന സമയത്ത് എത്രയാണ്? 2 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡോക്യുമെന്റ്സ് എത്രയാണ്? 5. അപ്പൊ 2/5 അതാണ് എന്ത്? 0.4 അതാണ് നമ്മുടെ സപ്പോർട്ട്. റൂൾസ് ആൻഡ് കാൽക്കുലേഷൻ എങ്ങനെയായിരുന്നു? എയും ബിയും ഒക്കെ ഉണ്ടെങ്കിൽ സിയും കൂടി വരും. അതായത് നമ്മുടെ ഡാറ്റ സെറ്റ് നോക്കുകയാണെങ്കിൽ എന്തായിരുന്നു? എയും ബിയും വരുന്നുണ്ടെങ്കിൽ സിയും കൂടി വരുന്നുണ്ട്. കണ്ട? ഇതിൽ വരുന്നുണ്ട്, ഇതിലും വരുന്നുണ്ട്. കണ്ട? അപ്പൊ അതൊരു റൂളാണ്. അതേപോലെ തന്നെ എയും സിയും വരുന്നുണ്ടെങ്കിൽ ബിയും വരും, എയും സിയും വരുന്നുണ്ടെങ്കിൽ ബിയും വരും, എയും സിയും കൂടി വരണമെങ്കിൽ ബിയും കൂടി വരും. ഇവിടെ വരുന്നില്ല, ജസ്റ്റ് T4 വരുന്നുണ്ട്. അപ്പോ അതെന്ത്? നമുക്ക് കോൺഫിഡൻസ് വെച്ച് നോക്കാവുന്നതാണ്. കോൺഫിഡൻസ് നമുക്കൊരു 60%, അതായത് സപ്പോർട്ട് ഒരു 60%ന്റെ മുകളിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ വാല്യൂവിനെ നമ്മൾ എടുക്കാവുന്നതാണ്. കോൺഫിഡൻസ് ഒരു 60%ന്റെ മുകളിലാണെങ്കിൽ നമുക്ക് അതിനെ ഷുവറായിട്ട് എടുക്കാം. അപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ എ ബി ഗിവൺ സി നോക്കുകയാണെങ്കിൽ എന്താണ് വരിക? അതായത് സപ്പോർട്ട്, അതായത് എ ബി ഗിവൺ സി നോക്കുകയാണെങ്കിൽ അതായത് 0.4. സോ സപ്പോർട്ട് ഓഫ് നമ്മുടെ കോൺഫിഡൻസ് നോക്കുകയാണെങ്കിൽ കോൺഫിഡൻസ് ഓഫ് എ ബി ഗിവൺ സി എന്ന് പറയുകയാണെങ്കിൽ സപ്പോർട്ട് ഓഫ് എ ബി യൂണിയൻ സി എന്ന് പറയുകയാണ് സപ്പോർട്ട് ഓഫ് എ ബി സി ഡിവൈഡഡ് ബൈ സപ്പോർട്ട് ഓഫ് എ ബി. അപ്പൊ നമുക്ക് 0.4 കിട്ടിയിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ എ ബി എത്ര പ്രാവശ്യം വരുന്നുണ്ട്? 2 പ്രാവശ്യം. അപ്പൊ നമ്മുടെ 2/5 തന്നെ വീണ്ടും വരും. അപ്പൊ 0.4 കിട്ടി. നമുക്ക് 1 ആണ് എന്ത്? കോൺഫിഡൻസ് കിട്ടിയത്. എ സി ഗിവൺ ബി എന്ന് പറയുന്നത് ഇവിടെ നോക്കുക, ബി സി ഗിവൺ എന്ന് പറയുന്നത് നോക്കുക. എന്നിട്ട് ലിഫ്റ്റ് നമുക്ക് എങ്ങനെയാ നോക്കുക? ലിഫ്റ്റ് നമ്മൾ നോക്കുമ്പോൾ എ ബി ഗിവൺ സി എന്ന് പറയുന്നത്
0.4, അതായത് ഇവിടുത്തെ 0.4 ഡിവൈഡഡ് ബൈ നമ്മുടെ സപ്പോർട്ട് ഓഫ് എ ബി ഇൻറ്റു സപ്പോർട്ട് ഓഫ് സി, അതായത് സപ്പോർട്ട് 4/5 അതേപോലെ തന്നെ ഇവിടെ 2/5. അപ്പോൾ 0.4 ഡിവൈഡ് ബൈ 0.4 ഇൻറ്റു 0.8, അതായത് 1.25. അതായത് എന്താണ്, ലിഫ്റ്റ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ പോസിറ്റീവ് കോറിലേഷൻ ആണ്. അതേപോലെ തന്നെ ഇതിലും ചെയ്യാം, ബി സിയിലും ചെയ്യാം. ബി സിയിൽ ചെയ്യുമ്പോൾ എന്താണ്, ബിയും സിയും വരുന്നുണ്ടെങ്കിൽ ഇ വരും, ബിയും ഇയും വരുന്നുണ്ടെങ്കിൽ സി വരും, സിയും ബിയും വരുന്നുണ്ടെങ്കിൽ ബി വരും. അതായത് ബി സി വന്നു കഴിഞ്ഞാൽ ഇ, സി ഇ വന്നു കഴിഞ്ഞാൽ ബി, ബി ഇ വന്നു കഴിഞ്ഞാൽ സി. അങ്ങനെയാണ് നോക്കേണ്ടത്. അതിന് കോൺഫിഡൻസ് നോക്കുക. കോൺഫിഡൻസ് എല്ലാം ഗ്രേറ്റർ ദാൻ നമുക്ക് 0.5 ആണെങ്കിൽ നമുക്ക് ഇതിലെടുക്കാം. എന്നിട്ട് ലിസ്റ്റും കൂടി നോക്കുക. മൂന്നെണ്ണത്തിന്റെ ലിസ്റ്റും കൂടി നോക്കിയിട്ട് അതിന്റെ ഏതാണ് പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്. പിന്നെ സ്ട്രോങ് റൂൾസ് ഏതൊക്കെയാണ്, എ ബി ഗിവൺ സിയും എ സി ഗിവൺ ബിയും സിഇ ഗിവൺ ബിയും ആണ് എന്ത് സ്ട്രോങ് റൂൾസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. ഇതാണ് എന്ത് ഒരു അപ്രിയോറി അൽഗോരിതത്തിന്റെ ബേസിക് സൊല്യൂഷൻ. അതായത് നമ്മൾ C3, അതായത് നമ്മുടെ C3 വെച്ചിട്ട് C3 ജനറേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് കിട്ടും, ഒരു 40 മാർക്സിൽ ഒരു 8 മാർക്സ് അങ്ങനെ തന്നെ കിട്ടും. അതിന് അസോസിയേഷൻ റൂൾസിന്റെ ഇക്വേഷൻ ചെയ്ത് വെച്ചാൽ തന്നെ എന്ത് കിട്ടും, ഒരു 10 മാർക്സ് അവിടെ തന്നെ സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക്. സപ്പോർട്ട് തെറ്റിയാൽ പോലും നമുക്ക് 10 മാർക്സ് എന്തായാലും അവിടെ കിട്ടും. അപ്പൊ അത്രയും വരെ ചെയ്യാൻ നോക്കുക ഇത് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ. അതേപോലെ തന്നെ ക്ലസ്റ്ററിങ് എന്താണ്, is an unsupervised learning method that groups similar objects together such as intra-cluster similarity is high, intra-cluster similarity is low. അതൊക്കെയാണ് എന്ത് ക്ലസ്റ്റർ. ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത് എന്താണ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതം ആണ്. അതായത് നമ്മുടെ സിമിലർ ഒബ്ജക്ട്സിനെ ഒറ്റ ഗ്രൂപ്പിലേക്ക് ആക്കുക, നോൺ സിമിലർ ഒബ്ജക്ട്സിനെ ഫാർ അപ്പാർട്ട് ആക്കിയിട്ട് കീപ്പ് ചെയ്യുക. അതാണ് എന്ത് ക്ലസ്റ്ററിംഗ്. ടൈപ്സ് ഓഫ് ക്ലസ്റ്ററിംഗ് എന്തൊക്കെയുണ്ട്, ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ് ഉണ്ട്, പിന്നെ പാർട്ടീഷനിങ് മെത്തേഡ്സ് ആയിട്ടുള്ള കീ മീൻസ് ഉണ്ട്, ഡെൻസിറ്റി ബേസ്ഡ് മെത്തേഡ്സ് ആയിട്ടുള്ള ഡി ബി സ്കാൻ ഉണ്ട്. അപ്പൊ ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്തായിരുന്നു, നമ്മുടെ കെ മീൻസ് ക്ലസ്റ്ററിംഗ് അൽഗോരിതം. അപ്പൊ കെ മീൻസ് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടീഷൻസ് എ ഡാറ്റ സെറ്റ് ഇൻടു കെ ക്ലസ്റ്റേഴ്സ് വേർ ഈച്ച് ഡാറ്റ പോയിന്റ് ബിലോങ്സ് ടു ദ ക്ലസ്റ്റർ വിത്ത് ദ നിയറസ്റ്റ് മീൻ. അതായത് നിയറസ്റ്റ് മീൻ ആയിട്ടുള്ള ക്ലസ്റ്ററിനോട് ചേർന്നിട്ട് കിടക്കുന്ന സംഭവമാണ് എന്ത് കെ മീൻസ് ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞത്. ഒരു സെൻട്രോയിഡ് എന്ന സംഭവം ഉണ്ട്. അതായത് ഇപ്പോ രണ്ട് ഡാറ്റ സെറ്റ് ഉണ്ട്, അതിന് സെൻട്രോയിഡും ഈ ഡിസ്റ്റൻസ് നോക്കുക. ഈ ഡിസ്റ്റൻസ് ഒരു യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ടാണ് നോക്കുക. ഇതും നോക്കി, ഇതും നോക്കി, ഈ ഡിസ്റ്റൻസ് നോക്കി. അപ്പൊ ഇതിനോട് ചേർന്ന് നടക്കുന്ന ഏതാണ്, ഈ രണ്ട് സാധനങ്ങളുള്ള ഇത് ഒറ്റൊരു ക്ലസ്റ്റർ ആവും. അതേപോലെ തന്നെ ഇത് വേറെ ക്ലസ്റ്ററിലാവും. അങ്ങനെയാണ് സംഭവം എന്ത് കെ മീൻസ് ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ നോക്കുകയാണെങ്കിൽ ചൂസ് കെ, നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ് ചൂസ് ചെയ്യുക. Initialize k centroid randomly. Assign each data point into the nearest centroid. Update centroid as mean of points in each cluster and repeat until centroids do not change. For example, നോക്കുകയാണെങ്കിൽ given data point എന്നുണ്ട് 2, 10, 2, 5, 8, 4, 5, 8, 7, 5, 6, 4. പിന്നെ k എന്ന് പറയുമ്പോൾ 2 ആണ് നമ്മുടെ സെന്റർ. നമ്മുടെ എന്തായിരുന്നു നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ്. അപ്പൊ അതേപോലെ തന്നെ കമ്പ്യൂട്ടർ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ഫ്രം ഈച്ച് പോയിന്റ് ടു ബോത്ത് സെന്റേഴ്സ് ഫ്രം 4.2,5. നമുക്ക് 2,5 റാൻഡമിലി ചൂസ് ചെയ്ത് തരുന്നുണ്ട്. നമുക്ക് രണ്ടാമത്തെ എലമെന്റ് ആണ് ബേസിക്കലി നമുക്ക് ചൂസ് ചെയ്യാറ്. രണ്ടാമത്തെ എലമെന്റിൽ നിന്ന് ആദ്യത്തെ എലമെന്റ് ഡിസ്റ്റൻസ് നോക്കുക. അപ്പൊ D1 എന്ന് പറയുന്നത് റൂട്ട് ഓഫ്, ഇപ്പൊ യൂക്ലിഡ് ഡിസ്റ്റൻസിന്റെ ഫോർമുലയാണ് ഇത്, റൂട്ട് ഓഫ് ഫസ്റ്റത്തെ എലമെന്റ്, അതായത് x1 മൈനസ് ഈ സെൻട്രോയിഡിന്റെ സാധനം, ഈ സെൻട്രോയിഡിന്റെ ഫസ്റ്റത്തെ x1 ഹോൾ സ്ക്വയർ പ്ലസ് നമ്മുടെ സെൻട്രോയിഡിന്റെ ഫസ്റ്റത്തെ എലമെന്റ് മൈനസ് ഈ എലമെന്റ് 5 മൈനസ് നമ്മൾ എടുക്കേണ്ട പോയിന്റിന്റെ സെന്റർ, അതായത് 10. ഇപ്പോ 2, അതായത് ഫസ്റ്റത്തെ സാധനം ഇപ്പോ ഇക്വേഷൻ നിങ്ങൾ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് is equal to root of സെൻട്രോയിഡിന്റെ x1 മൈനസ് പോയിന്റിന്റെ x1 the whole square പ്ലസ് സെൻട്രോയിഡിന്റെ x2 മൈനസ് പോയിന്റിന്റെ x2 the whole square.
ഇതാണ് എന്ത് ഇക്വേഷൻ. ഇതിന്റെ ഹോൾ സ്ക്വയർ ആണ്, ഹോൾ റൂട്ട് ആണ് എന്ത് നമ്മുടെ യൂക്ലിഡിയൻ ഡിസ്റ്റൻസിന്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോ 2 - 2 ഹോൾ സ്ക്വയർ പ്ലസ് 5 - 2 ഹോൾ സ്ക്വയർ. അപ്പോൾ 5 ആണ് നമുക്ക് കിട്ടി d1. d2 നോക്കി, d2 നോക്കുമ്പോൾ 4.24. അപ്പൊ നമ്മൾ ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം, എല്ലാ പോയിന്റിന്റെയും നമ്മുടെ യൂക്ലിഡ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഏറ്റവും അടുത്ത് കിടക്കുന്നത് ഏതാണ്, ഏറ്റവും അടുത്ത് കിടക്കുന്ന വാല്യൂസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ടു ക്ലസ്റ്റർ വിത്ത് സ്മോൾ ഡിസ്റ്റൻസ്. കണ്ട സ്മോൾ ഡിസ്റ്റൻസ് ഉള്ള സാധനങ്ങളാണ് എന്ത് ക്ലസ്റ്റർ 2 ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഈ റിപ്പീറ്റ് ഫോർ ഓൾ പോയിന്റ്സ് ആൻഡ് ഫോം ക്ലസ്റ്റേഴ്സ്. അതായത് നമുക്ക് 2, 10ഉം 5, 8ഉം ആണ് എന്ത് അടുത്ത് കിടക്കുന്ന വാല്യൂസ് ഇത് പറയണേ. അതായത് 2, 10ന്റെ വാല്യൂസ് ഇതാണ്, 5, 8ന്റെ വാല്യൂസ് ചിലപ്പോൾ വേറെ ആയിരിക്കും. അപ്പോൾ അത് അടുത്ത് കിടക്കുന്ന വാല്യൂസ് ആയതുകൊണ്ട് C1 നമുക്ക് എന്ത് എടുത്തു, ഇത് അടുത്തിറങ്ങുന്ന വാല്യൂസ് ആണെന്ന് പറഞ്ഞിട്ട് എഴുതി. C2 എന്ത് എഴുതി, ഇതൊക്കെയാണ് ഈ സാധനങ്ങളൊക്കെ അടുത്തിറങ്ങുന്ന വാല്യൂസ് ആയിരിക്കും. 2, 5, 8, 4, 7, 5, 6, 4 ഒക്കെ അടുത്തിറങ്ങുന്ന വാല്യൂസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തു, അതിനെ അടുത്ത നമ്മുടെ C2 ആയിട്ട് എഴുതി. പിന്നെ റീകാൽക്കുലേറ്റ് സെൻട്രോയിഡ്സ്. ഈ സെൻട്രോയിഡ്സ് ഒന്നും റീകാൽക്കുലേറ്റ് ചെയ്യാം. അതായത് സെൻട്രോയിഡ് റീകാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ എത്രയാണ്, 3.5, 9. സെൻട്രോയിഡ് 2 വാല്യൂ എത്രയാണ്, 5.75, 4.5. എന്നിട്ട് റിപ്പീറ്റ് സ്റ്റെപ്സ് ഉണ്ട് സെൻട്രോയിഡ് സ്റ്റെബിലൈസസ്. അതായത് സെൻട്രോയിഡ് സ്റ്റെബിലൈസ് ആവുന്ന രീതിയിൽ നമ്മൾ ചെയ്യാം. ഇത് നിങ്ങൾ മെയിൻ ആയിട്ട് ഏത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ പ്രയറുകളാണ് മെയിൻ ആയിട്ട് ഫോർത്ത് മോഡ് ചോദിക്കാറുള്ളത്. കെ മീൻസ് ചോദിക്കാറുള്ളത് നമ്മുടെ എന്ത് ML ഇവരൊക്കെയാണ് ചോദിക്കാറ് ബേസിക്കലി. അപ്പോ നമ്മുടെ ഇതില് കെ മീൻസ് അതായത് ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല ഇതുവരെ. അതായത് മെയിൻലി ചോദിക്കാറുള്ളത് എപ്രയറി അൽഗോരിതം മെയിൻ ആയിട്ട്. ഇത് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഈ യൂക്ലിഡ് വെച്ചിട്ട് കണ്ടുപിടിക്കുന്ന സംഭവം ചെയ്താലും നമുക്ക് എത്ര മാർക്ക്, ഒരു 6 മാർക്കിൽ ഒരു 3 മാർക്സ് സ്കോർ ചെയ്യാനാണ്. നമ്മുടെ സെൻട്രോയിഡ് റീകാൽക്കുലേറ്റ് ചെയ്യുന്ന സംഭവം കുറച്ച് ടഫാണ്. ജസ്റ്റ് ഇത്ര പഠിച്ചാലും മതി. ഇപ്പോ നമുക്ക് മറ്റന്നാളുള്ള എക്സാം ജസ്റ്റ് എല്ലാം കൂടി പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇതാവണ്ട. അതിന്റെ അഡ്വാൻറ്റേജ് എന്താ നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആൻഡ് എഫിഷ്യന്റ് ഫോർ ലാർജ് ഡാറ്റാസെറ്റ്സ് ആണ്, വർക്ക്സ് വെൽ വിത്ത് സ്പെറിക്കൽ ക്ലസ്റ്റേഴ്സ്. ലിമിറ്റേഷൻ എന്താണ്, റിക്വയർസ് പ്രീ ഡിഫൈനിങ് ക്ലസ്റ്റേഴ്സ് നമ്മൾ കൊടുക്കുന്നതുകൊണ്ടാണ് എന്ത് നമുക്ക് കൂട്ടാൻ പറ്റില്ല നമ്മുടെ ഫ്യൂച്ചറിൽ. അതേപോലെ തന്നെ സെൻസിറ്റീവ് ടു ഇനീഷ്യൽ സെൻട്രോയിഡ് സെലക്ഷൻ ആൻഡ് വർക്ക്സ് പുവർലി വിത്ത് നോൺ സ്പെറിക്കൽ ക്ലസ്റ്റേഴ്സ്. പിന്നെയുള്ള സംഭവമാണ് എന്ത് ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ്. ഇതാണ് മെയിൻ ടോപ്പിക്. ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ് ബിൽഡ്സ് എ tree-like structure, a dendrogram of clusters, does not require the number of clusters K to be predefined. അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ് എന്തായിരുന്നു, അഗ്ലോമറേറ്റീവ് ഉണ്ട്, ഡിസിസീവ് ഉണ്ട്. അഗ്ലോമറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടം ടു അപ്പ് മെത്തേഡ് ആണ്, മറ്റേതാകുമ്പോൾ ടോപ്പ് ടു ഡൗൺ ആയിരിക്കും. ബോട്ടം ടു അപ്പ് മെത്തേഡിൽ ഈച്ച് ഡാറ്റ പോയിന്റ് സ്റ്റാർട്സ് ആസ് ഇറ്റ്സ് ഓൺ ക്ലസ്റ്റർ, closest clusters are merged iteratively until one large cluster forms. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോ A, B, C, D, E ഇങ്ങനെ 4 സാധനം ഉണ്ട്. ബോട്ടം ടു അപ്പ് ആയതുകൊണ്ട് എയും ഡിയും ആദ്യം കമ്പൈൻ ചെയ്തു, പിന്നെ സിയും ഡിയും കമ്പൈൻ ചെയ്തു, പിന്നെ സിയും ഡിന്റെയും കൂടെ നമ്മൾ എന്ത് കമ്പൈൻ ചെയ്തു, ഇയും കൂടി കമ്പൈൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ സി ഡി ഇ ഇപ്പൊ ഇവിടെ എന്തായി, ഇവിടെ സി ഡി ഇ ആയിട്ടാ, ഇവിടെ എന്തായി സി ഡി ആയി, ഇവിടെ ഇ ആയി, ഇവിടെ എന്തായി എ ബി. എന്നിട്ട് ഈ രണ്ട് സാധനങ്ങളും കൂടി ഒരുമിച്ച് കമ്പൈൻ ചെയ്തപ്പോ എന്തായി നമുക്ക് കിട്ടി എ ബി സി ഡി ഇ. അതായത് എയും ബിയും ആദ്യം കമ്പൈൻ ചെയ്തു, സിയും ഡിയും കമ്പൈൻ ചെയ്തു, സിയും ഡിയുടെയും കൂടെ നമ്മൾ എന്ത് കമ്പൈൻ ചെയ്തു, ഇയും കൂടി കമ്പൈൻ ചെയ്തു. എന്നിട്ട് എ ബി എന്തിന്റെ കൂടെ കമ്പൈൻ ചെയ്തു, സി ഡി ഇയുടെ കൂടെ കമ്പൈൻ ചെയ്തു. എന്നിട്ട് അതെന്തായി എ ബി സി ഡി ഇ ആയി. ഇതാണ് എന്ത് അഗ്ലോമറേറ്ററി ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഈച്ച് ഡാറ്റ പോയിന്റ് സ്റ്റാർട്സ് ആസ് ഇറ്റ്സ് ഓൺ ക്ലസ്റ്റർ. അതായത് ഓരോ ക്ലസ്റ്റർ ആയിട്ടാണ് എന്ത് ആദ്യം തുടങ്ങുക. ക്ലോസസ്റ്റ് ക്ലസ്റ്റേഴ്സ് ആർ മെർജ്ഡ് iteratively until one large cluster forms. അതായത് ഒറ്റ ഒരു ലാർജ് ക്ലസ്റ്റർ ഫോം ചെയ്യുന്ന വരെ നമ്മൾ iteratively നമ്മൾ മെർജ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എയും ബിയും നോക്കുകയാണെങ്കിൽ ക്ലോസർ ആണ്, സിയും ഡിയും ക്ലോസർ ആണ്. പിന്നെ സിയും ഡിന്റെ കൂടെ ക്ലോസർ ആണ് എന്ത് ഇ. അതേപോലെ തന്നെ സി ഡി ഇയുടെ കൂടെ ക്ലോസർ ആണ് എന്ത് എ ബി. അപ്പൊ അതങ്ങനെ കമ്പൈൻ ചെയ്ത് പോയി. ഇതാണ് എന്ത് അഗ്ലോമറേറ്ററി ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഡിസിസീവ് ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മുടെ start with one cluster containing all data points and
recursively split among smaller clusters. അപ്പോൾ എ ബി സി ഡി ഇ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. ഇത് നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഒന്ന് എ ബി ആക്കി, ഇതിനെ സി ഡി ഇ ആക്കി. പിന്നെ സി ഡിനെ നമ്മൾ എന്താക്കി, സി ഡിയും അതേപോലെ തന്നെ ഇയും ഒക്കെ കൺവേർട്ട് ചെയ്തു. എന്നിട്ട് ഇതെല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്തു, എയും ഇതിനെ ബിയും ആക്കി, ഇതിനെ നമ്മൾ എന്താക്കി, സിയും ഡിയും ആക്കി. ഇത് കണ്ട ബോട്ടം മുതൽ, അതായത് ടോപ്പ് ടു ഡൗൺ, അതായത് ടോപ്പ് ടു ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് താഴത്തേക്ക്, അതായത് സ്റ്റാർട്ട് വിത്ത് വൺ ക്ലസ്റ്റർ കണ്ടെയ്നിങ് ഓൾ ഡാറ്റ പോയിന്റ്സ് ആർ റിക്കേഴ്സിവ്ലി സ്പ്ലിറ്റ് ഇൻടു സ്മോളർ ക്ലസ്റ്റേഴ്സ്. അതായത് സ്മോളർ ക്ലസ്റ്റേഴ്സ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അതായത് പിന്നെ എ ബി എ, ശരിക്കും പറഞ്ഞത് തലതിരിച്ച് നോക്കിയാൽ മതി കേട്ടോ, ഞാൻ വരച്ചതിന് തെറ്റായിരുന്നു. ജസ്റ്റ് നമ്മൾ വരയ്ക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എ ബി സി ഡി ഇ കണ്ടോ, നമുക്ക് ഇത് രണ്ടും നോക്കാന്നുള്ളൂ. അപ്പൊ എ ബി സി ഡി, ഇപ്പൊ എ ബി സി ഡി ഇ, എ ബി സി ഡി ഇനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എ ബി ആയിട്ട് കൺവേർട്ട് ചെയ്തു, പിന്നെ സി ഡി ഇ ആയിട്ട് കൺവേർട്ട് ചെയ്തു. പിന്നെ സി ഡിനെ നമ്മൾ എന്ത് കൺവേർട്ട് ചെയ്തു, സി ഡി ആയിട്ട് കൺവേർട്ട് ചെയ്തു, ഇ ആയിട്ട് കൺവേർട്ട് ചെയ്തു. എന്നിട്ട് സി ഡി നമ്മൾ എന്താ കൺവേർട്ട് ചെയ്തു, സിയും ഡിയും ആക്കി, എ ബി നമ്മൾ എന്തായി, എയും ബിയും ആക്കി. ഇതാണ് എന്ത് ഡി സി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ടോപ്പിൽ നിന്ന് തുടങ്ങിയിട്ട് അടിയിലേക്ക് എത്തി. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിൽ നിന്ന് തുടങ്ങിയിട്ട് ടോപ്പിലേക്ക് എത്തി. ഇതാണ് എന്ത് ടൈപ്സ് ഓഫ് ഹൈറാർക്കി ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. Agglomerate എന്താണ്, compute the distance, അതായത് യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ആണ് between all data points. Merge the two closest clusters and calculate distance between new cluster and all other clusters and repeat until only one cluster remains. അതാണ് എന്ത് അഗ്ലോമേറ്ററി ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലിങ്കേജ് എന്തായിരുന്നു, സിമ്പിൾ ലിങ്കേജ് ഉണ്ട്, സിംഗിൾ ലിങ്കേജ് ഉണ്ട്, കംപ്ലീറ്റ് ലിങ്കേജ് ഉണ്ട്, ആവറേജ് ലിങ്കേജ് ഉണ്ട്. സിംഗിൾ ലിങ്കേജ് പറയുമ്പോൾ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡാറ്റ പോയിന്റ്സ് ആണ് ഇൻ ടു ക്ലസ്റ്റേഴ്സ്. കംപ്ലീറ്റ് ലിങ്കേജ് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഡിസ്റ്റൻസ് ആണ് ബിറ്റ്വീൻ ഡാറ്റ പോയിന്റ്സ് ഇൻ ടു ക്ലസ്റ്റേഴ്സ്. ആവറേജ് ലിങ്കേജ് എന്ന് പറയുമ്പോൾ ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഓൾ പെയർസ് ഓഫ് പോയിന്റ്സ്. അതായത് മിനിമം ഡിസ്റ്റൻസ്, അതായത് എയും ബി ആണ് മിനിമം ഡിസ്റ്റൻസ് എങ്കിൽ എയും ബിയും കൂടെ കമ്പയർ ചെയ്തു. സിംഗിൾ ലിങ്കേജ്. കംപ്ലീറ്റ് ലിങ്കേജ് എന്ന് പറയുമ്പോൾ എയും ബി ആണ് ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് എങ്കിൽ എയും ബി കൂടെ കമ്പയർ ചെയ്തു. അങ്ങനെ അങ്ങനെ. പിന്നെ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതുണ്ടാ അഗ്ലോമേറ്ററി ക്ലസ്റ്ററിംഗ്. ഇപ്പോൾ ഡാറ്റ പോയിന്റ്സ് ഡി ഓഫ് എ കോമ ബി എന്ന് 2 ആണ്, എ കോമ സി എന്ന് പറയുമ്പോൾ 6 ആണ്, ബി കോമ 6 എന്ന് പറയുമ്പോൾ 5 ആണ്, എ കോമ ഡി എന്ന് പറയുമ്പോൾ 10 ആണ്, ബി കോമ ഡി എന്ന് പറയുമ്പോൾ 9 ആണ്, സി കോമ ഡി എന്ന് പറയുമ്പോൾ 4 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മെർജ് എ ആൻഡ് ബി, അതായത് സ്മോൾ ഡിസ്റ്റൻസ് 2 അല്ലേ, അപ്പോൾ എയും ബിയും കമ്പൈൻ ചെയ്തു. പിന്നുള്ള സ്മോൾ ഡിസ്റ്റൻസ് എത്രയാണ്, സിയും ഡിയും. അതായത് സിയും ഡിയും ആണ് എന്ത് സ്മോൾ ഡിസ്റ്റൻസ്, അതുകൂടെ കമ്പയർ ചെയ്തു. പിന്നെ എയും ബിയും വിത്ത് സി ഡി, അപ്പൊ എയും ബിയും സിയും ഡിയും കമ്പയർ ചെയ്തു. അങ്ങനെ ഫ്ലൈങ് ക്ലസ്റ്റർ ആയി. കണ്ട ഫൈനൽ ക്ലസ്റ്റർ ആയില്ലേ. അപ്പൊ എയും ബിയും സിയും ഡിയും കമ്പയർ ചെയ്തപ്പോ എന്തായി, എ ബി സി ഡി ആയി. അപ്പൊ നമുക്ക് എന്ത് ഫൈനൽ ക്ലസ്റ്റർ ആയിട്ടുള്ള സംഭവം കിട്ടി. ഡിസി എന്ന് പറയുമ്പോൾ എന്താണ്, ഡിസി സ്റ്റാർട്സ് വിത്ത് വൺ ലാർജർ ഡാറ്റ സെറ്റ് ആൻഡ് ഡിവൈഡ്സ് റിക്കേഴ്സീവ്ലി ഇൻടു സ്മോളർ ക്ലസ്റ്റേഴ്സ് until each cluster contains one objective. അപ്പോൾ ഈ പോയിന്റ് നമുക്ക് എന്തൊക്കെ പറയാ, അതില് ഈസ് കമ്പ്യൂട്ടേഷണലി മോർ കോംപ്ലക്സ് ദാൻ അഗ്ലോമേറ്ററി ക്ലസ്റ്ററിംഗ് ആണ് ഇത് മെയിൻ ആയിട്ട്. അപ്പോൾ നമ്മുടെ കീ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ എന്താണ്, ബോട്ടം ടു അപ്പ് ആണ് ഇത് അഗ്ലോമേറ്ററി, ഡിസി എന്ന് പറയുമ്പോൾ ടോപ്പ് ടു ഡൗൺ. അതേപോലെ തന്നെ സ്റ്റാർട്ട് വിത്ത് ഈച്ച് ഡാറ്റ പോയിന്റ് ആണ് മറ്റേ നമ്മൾ വിത്ത് വൺ ലാർജ് ക്ലസ്റ്റർ ആയിരിക്കും. മെർജ് സ്പ്ലിറ്റിംഗ് എന്താണ്, മെർജ് ക്ലോസസ്റ്റ് ക്ലസ്റ്റേഴ്സ് ആണ്, സ്പ്ലിറ്റ് ലാർജസ്റ്റ് ക്ലസ്റ്റർ. കമ്മ്യൂണിക്കേഷൻ എന്താണ്, സിമ്പിൾ ആണ്, ഇവിടെ കോംപ്ലക്സ് ആണ്. വിഷ്വലൈസേഷൻ ഈസി ഡെൻഡോഗ്രാം ആണ്, ഹാർഡ് ടു ഇന്റർപ്രറ്റ് ആണ്. അതേപോലെ തന്നെയുള്ള സംഭവമാണ് എന്ത് നമ്മുടെ ഡി ബി സ്കാൻ, ഡെൻസിറ്റി ബേസ്ഡ് ക്ലസ്റ്ററിംഗ് എന്ന് പറയും. ഡെൻസിറ്റി ബേസ്ഡ് ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഡെൻസിറ്റി ബേസ്ഡ് സ്പേഷ്യൽ ക്ലസ്റ്ററിംഗ് ഓഫ് ആപ്ലിക്കേഷൻ വിത്ത് നോയ്സ്. ഇറ്റ് ഗ്രൂപ്പ്സ് ഡാറ്റ പോയിന്റ്സ് ദാറ്റ് ആർ ക്ലോസ്ലി പാക്ഡ് ടുഗദർ ആൻഡ് മാർക്സ് ഔട്ട്ലയേഴ്സ് ആസ് നോയ്സ്. പാരാമീറ്റർ നോക്കുകയാണെങ്കിൽ എപ്സിലോൺ ഉണ്ടാവും. മാക്സിമം ഡിസ്റ്റൻസ് ഫോർ നെയ്ബർഹുഡ് ആണ് എപ്സിലോൺ. മിനിമം പോയിന്റ്സ്, അതായത് മിനിമം നമ്പർ ഓഫ് പോയിന്റ്സ് റിക്വയർഡ് ടു ഫോം എ ഡെൻസ് റീജിയൻ എന്ത് മിനിമം പോയിന്റ്സ് പറയുന്നത്. ടൈപ്സ് ഓഫ് പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർ പോയിന്റ് ഉണ്ട്, ബോർഡർ പോയിന്റ് ഉണ്ട്, നോയ്സ് പോയിന്റ് ഉണ്ട്. അപ്പോൾ കോർ പോയിന്റ് എന്ന് പറയുമ്പോൾ ഹാസ് അറ്റ്ലീസ്റ്റ് മിനിമം പോയിന്റ്സ് നെയ്ബേഴ്സ് വിത്തിൻ എപ്സിലോൺ. ബോർഡർ പോയിന്റ് എന്താണ്, ഫ്യൂവർ നെയ്ബേഴ്സ് ബട്ട് വിത്തിൻ എപ്സിലോൺ ഓഫ് എ കോർ പോയിന്റ്. നോയ്സ് പോയിന്റ് എന്ന് പറയുമ്പോൾ നൈദർ കോർ നോർ ബോർഡർ.
ഇതിന്റെ പ്രോബ്ലം നിങ്ങൾ മെയിൻ ആയിട്ട് ചോദിക്കാറില്ല. മെയിൻ ആയിട്ട് പ്രോബ്ലം ചോദിക്കാറുള്ളത് അപ്രിയോറി അൽഗോരിതം ആണ് മെയിൻ ആയിട്ട് ചോദിക്കാറുള്ളത്. ഡി ബി സ്കാന്റെ അൽഗോരിതം മറ്റേ അൽഗോരിതം വേണമെങ്കിൽ ചോദിക്കാം, അല്ലാതെ മറ്റേ ഡി ബി സ്കാന്റെ പ്രോബ്ലം ഒന്നും ചോദിക്കാറുള്ള ചാൻസ് ഇല്ല. പേര് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് നമ്മള് മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്? അപ്രിയോറി അൽഗോരിതം, കെ മീൻസ്, നമ്മുടെ ഹൈറാർക്കി ക്ലസ്റ്ററിംഗ്, ഡി ബി സ്കാൻ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഫോർത്ത് മോഡ്യൂളിലെ ടോപ്പിക്സ്, അതായത് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അപ്പൊ അസോസിയേഷൻ റൂൾ മൈനിങ് എന്താന്ന് പഠിക്കുക, അതേപോലെ തന്നെ അപ്രിയോറി അൽഗോരിതം പഠിക്കുക, എന്നിട്ട് ക്ലസ്റ്ററിങ്ങിന്റെ ടൈപ്സ് പഠിക്കുക. ഈ മൂന്ന് സാധനം ഉണ്ടാവല്ലോ, കെ മീൻസ്, അതേപോലെ തന്നെ ഹൈറാർക്കിക്കല്, പിന്നെ ഡി ബി സ്കാൻ, അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇതോടെ നമ്മുടെ ഫോർത്ത് മോഡ്യൂൾ തീർന്നു. ഈ ഫിഫ്ത്ത് മോഡ്യൂളിലൂടെ നമ്മുടെ എല്ലാ ടോപ്പിക്സും നമ്മുടെ FDS ടോപ്പിക്കിലൂടെ കഴിഞ്ഞതാണ്. അപ്പോൾ ഫിഫ്ത്ത് മോഡ്യൂളിലൂടെ അടുത്ത വീഡിയോ കാണാം.